കുട്ടീസ് എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് തമ്പനിയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഉള്ളൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ ഈ നോർമൽ പേപ്പർ കവറുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അടിപൊളി നമ്മുടെ മിനിയൻസിനെ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മിനിയൻസിനെ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ഇതുപോലുള്ള വേസ്റ്റ് കവറുകൾ എടുത്ത് വെക്കുക. അതിനുശേഷം ആ ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഞാനിവിടെ മഞ്ഞയും നീലയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മഞ്ഞയിൽ ഞാൻ വന്നിട്ട് മിനിയൻസിൻ്റെ ബോഡി പാർട്ട് ഉണ്ടല്ലോ അത് ജസ്റ്റ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് കൈകളും കൂടി ചേർത്ത് നമ്മൾ കാല് സെപ്പറേറ്റ് ആണ് വെക്കുന്നത്, കൈയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ടങ്ങ് വരച്ചെടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ഷേപ്പിൽ ആ കൈയൊക്കെ സെപ്പറേറ്റ് നിൽക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കവറിൻ്റെ അപ്പുറവും ഇപ്പുറവും ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ഒരു കവറിൻ്റെ ലാസ്റ്റ് പോർഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ അപ്പുറവും ഇപ്പുറവും കിട്ടും. അപ്പോൾ ചേർത്ത് വെച്ച് തയ്ച്ചാൽ നമുക്ക് അതിനുള്ളിൽ പഞ്ഞി കടത്താനായിട്ട് വളരെ എളുപ്പമാണ്. സെപ്പറേറ്റ് പീസുകൾ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ച് തയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കളർ കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കാണിക്കുന്നത് പോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് പോർഷൻ വിടുക. അതുവഴി വേണം നമുക്ക് പഞ്ഞിയൊക്കെ ഉള്ളിലേക്ക് കയറ്റി വിടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലത്തെ കുറച്ച് പോർഷൻ ഞാൻ വിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ പോർഷനുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വിട്ട പോർഷനിലൂടെ വേണം നമ്മൾ ആ ഒരു കോട്ടൺ, ഞാനിവിടെ നൈലോൺ പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും കേട്ടോ, മാർക്കറ്റിലും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഈ ഒരു നൈലോൺ പഞ്ഞി ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കൈയുടെ പോർഷനിലൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് പതിയെ വേണം ആ കൈയുടെ പോർഷനൊക്കെ ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു പെൻസിൽ കഷ്ണമൊക്കെ വെച്ചിട്ട് പതിയെ അതിനകത്തേക്ക് പഞ്ഞിയെല്ലാം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബാക്കിയുള്ള പോർഷനും കൂടിയിട്ട് തയ്ച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് മിനിയൻസിൻ്റെ ആ ഒരു ബോഡി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിനിയൻസിൻ്റെ ബ്ലൂ കളറിലുള്ള ഡ്രസ്സാണ്. അതിന് ഇതുപോലെ കവർ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവറിൻ്റെ ലാസ്റ്റ് സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല, അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ മിനിയൻസിനെ അതേ വെച്ചിട്ട് ഒരു ഏകദേശം അളവിനനുസരിച്ച് കുറച്ച് പീസ് അതേ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് പീസ് മിനിയൻസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ആ ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പോൾ മിനിയൻസിൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് റെഫർ ചെയ്തിട്ട് അതിനനുസരിച്ച് മിനിയൻസിൻ്റെ ബോഡിയും ഡ്രസ്സൊക്കെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ആ ഒരു നടുക്കലത്തെ പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിച്ച് കൊടുക്കണ്ട. നമുക്ക് കണ്ടോ അവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് മുഴുവനത്തെ ഈ ഒരു ഷേപ്പിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കൈയുടെ താഴെ ആ ഒരു ഡ്രസ്സ് നിൽക്കുന്ന പോലെ വേണം കേട്ടോ. നിങ്ങൾക്ക് ഇമേജ് റെഫർ ചെയ്താലേ മനസ്സിലാവും. ആ കൈയുടെ താഴ്വശത്ത് ആ ഒരു ഡ്രസ്സ് നിൽക്കുന്ന പോലെ വേണം നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫെവിബോണ്ടാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളിൽ ഒട്ടുന്നില്ല കേട്ടോ. ഒന്നെങ്കിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവിബോണ്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ ഒരു ബെൽറ്റ് പോലത്തെ ഒരു പോർഷൻ വരാറുണ്ട് മിനിയൻസിൽ. അപ്പോൾ ഇനി നമുക്ക് ആ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളതും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫെവിബോണ്ട് ഉപയോഗിച്ച് അതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു ബട്ടൺസ് പോലെ ഒന്ന് വേണം. അതിന് ഞാൻ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ബ്ലാക്ക് കളറിൽ ഈ ഒരു തുണി പീസ് നമുക്കല്ല ഈ പേപ്പർ കവറിൻ്റെ പീസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ചാർട്ട് പേപ്പറിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആ കുഞ്ഞു 2 ബട്ടൺസ് അതുപോലെ തന്നെ ഒരു വലിയ ബട്ടൺസ് നടുവിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൗസ് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് ഇതുപോലെ തന്നെ കവർ പീസ് എടുത്തിട്ട് അത് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് നോക്കാം എത്ര വലിപ്പം വേണമെന്ന്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്ലൗസിൻ്റെ ഏകദേശം ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കും. ഇങ്ങനെ മടക്കി വരയ്ക്കുക. അപ്പോൾ നമുക്കത് കയ്യിലേക്ക് കയറ്റി ഇടാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് ഏകദേശം ഒരു ഷേപ്പ് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിന് ചുറ്റും വന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകളിലെ ഒരു പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്യരുത്, അത് നമുക്ക് കയ്യിലേക്ക് കയറ്റി ഇടേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യരുത്. ബാക്കി വശം നമ്മൾ ചുമ്മാ ഒന്ന് കൈത്തയ്യൽ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൈത്തയ്യൽ തയ്ച്ചതിന് ശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടെ കൊടുത്തു. കാരണം ഗ്ലൗസ് ബ്ലാക്ക് കളറാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളറിൽ ആ ഒരു കവറില്ലാതെങ്കിൽ ഇതുപോലെ നമുക്ക് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അക്രിലിക് പെയിൻറ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ മിനിയൻസിൻ്റെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 കയ്യിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കാലാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ കഷ്ണത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കാലും ആ ഷൂവോട് കൂടിയ കാല് നമ്മളിങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകൾ വശം നമ്മൾ വിടുക. അവിടെ നമുക്ക് പഞ്ഞു കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ കാലിന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡി പാർട്ട് പോലെ തന്നെ കാലിലും പഞ്ഞി വെച്ച് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾസ് വരുമല്ലോ, ആ ഒരു പോർഷനിലൂടെ നിങ്ങൾ ആ പഞ്ഞി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് അങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ കാല് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ പഞ്ഞിയാണ് കേട്ടോ. ആ ഒരു പഞ്ഞി നമ്മൾ ഉള്ളിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കട്ടിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നൈലോൺ പഞ്ഞി തന്നെയാണ് ഞാൻ അതിലും വെച്ചത്. അപ്പം നമ്മൾ 2 കാലുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മിനിയൻസിലേക്ക് അങ്ങ് നമുക്ക് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഫെവിബോണ്ട് ചൊട്ടിച്ച് കൊടുക്കാം. പക്ഷേങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മിനിയൻസിന് കണ്ണാടിയും ആ ഒരു കണ്ണുമാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ട് തീർന്നു പോയ ടേപ്പിൻ്റെ ബാലൻസ് ഇതുപോലെ കിട്ടുമല്ലോ, ആ റോൾ ചെയ്ത് വെച്ചിരുന്ന സാധനം, അത് നമുക്ക് എടുത്തിട്ട് വേണം നമുക്ക് മിനിയൻസിൻ്റെ കണ്ണായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിനി ഇതിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിനും കണ്ണാടിക്കും ആവശ്യമായിട്ടുള്ള ഇനിയും കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇതുപോലെ ടാബ്ലറ്റിൻ്റെ ഒക്കെ കവറുകളുണ്ടല്ലോ, ഈ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കാൻ, കൃഷ്ണമണിയൊക്കെ ആയിട്ട് വെക്കാൻ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഈ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ടാബ്ലറ്റ് കവറുകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ള ടാബ്ലറ്റ് കവറുകളുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ, ഇച്ചിരി വലിപ്പത്തിലുള്ളത്. അപ്പോൾ നമുക്കത് കൃഷ്ണമണിയായിട്ട് കൊടുക്കാൻ എളുപ്പം. അതിങ്ങനെ ചേർത്ത് അതിൻ്റെ അരിവ് മൂലം ചേർത്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇത് കാണുന്ന പോലെ ഇതുപോലെ 2 പീസ്, 2 വൈറ്റ് പേപ്പർ, അതുപോലെ തന്നെ ഈ ടാബ്ലറ്റിൻ്റെ ആ ഒരു കവർ 2 എണ്ണം, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ ടേപ്പിൻ്റെ അതിലേക്ക് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആ ഒരു ടാബ്ലറ്റ് കവർ ഉണ്ടല്ലോ, അതിന് ഉൾവശത്ത് വേണം ഇതുപോലെ പെയിൻറ്റ് അടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് പെയിൻറ്റ് പറ്റിയിരിക്കില്ല, അതിനാണ് നമ്മൾ ഉൾവശത്ത് അടിക്കുന്നത്. അപ്പം നമ്മൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് പേപ്പർ 2 എണ്ണം, അതായത് മിനിയൻസിൻ്റെ കണ്ണിൻ്റെ ഉൾവശം വൈറ്റ് അല്ല, അതിന് നമ്മൾ വൈറ്റ് പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു കണ്ണായിട്ട് ഈ ഒരു ടാബ്ലറ്റ് കവർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. 2 കണ്ണുകൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ടേപ്പിൻ്റെ ഒരു വേസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ കണ്ണിന് ഒരു ഔട്ടർ ലൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെയല്ലേ മിനിയൻസിൻ്റെ കണ്ണിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണ്ണിന് ഒരു ബാലൻസ് പോർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ കണ്ണാടിയുടെ ആ ഒരു പോർഷൻ വരാനായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിലെ പേപ്പർ ഒട്ടിച്ച് എടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ മിനിയൻസിൻ്റെ കാലിലെ ആ ഒരു ഷൂ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തുണി പീസിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റിയ ഒന്നാണ് ഈ ഒരു മിനിയൻസ്. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ അതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മിനിയൻസ്. അപ്പോൾ മിനിയൻസ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാളൂടെ വേണ്ടേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറ്റക്കണ്ണൻ മിനിയനെ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒറ്റക്കണ്ണൻ മിനിയൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ വൈറ്റ് കളർ പെയിൻ്റാണ് കേട്ടോ കൊടുത്തിരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ വൈറ്റ് കളർ പേപ്പറല്ലേ ഒട്ടിച്ച്, അപ്പോൾ പേപ്പർ ഒട്ടിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ.
അപ്പൊ കുഞ്ഞു വാവുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഈ മിനിയനുകളെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള കവറുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏത് കവറാണോ ഉള്ളത് അതിലൊന്ന് ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി ആ പിക്ചർ എനിക്ക് തീർച്ചയായിട്ടും അയച്ചു തരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഒരുപാട് കുഞ്ഞാവൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഷോപ്പീസായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പിക്സ്, എന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്ന പിക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിന്റെ പേരും ഇതേ തന്നെയാണ്, കവീസ് ഡ്രീം ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവീസ് ഡ്രീം ട്യൂബ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.